ആവശ്യട്ടാ നമ്മൾ ഇറങ്ങുന്നു, തോക്കെടുക്കുന്നു, റാഞ്ചുന്നു അവന്മാരെ. എങ്ങനെയുണ്ട്? നമ്മൾ ഇവന്മാരെ ഹോസ്റ്റേ ആയിട്ട് കൊണ്ടു കൊടുക്കുന്നു. അങ്ങനാണെ ചന്ദ്രനെ തുപ്പിയേറി കേട്ടോ തരകണ്ണൻ. അപ്പൊ തന്നെ ചന്ദ്രൻ അപ്പൊ എന്ത് പറഞ്ഞാലും അത് മതി കേട്ടോ. നമ്മള് താത്തി പറയുന്നതിന് മുമ്പ് നമ്മൾ പ്രൗഡ് അത് കാണിക്കണം. പക്ഷെ അതേസമയം നമ്മൾ നേരെ പോയി അവിടെ വീഴുവാണെങ്കിൽ എനിക്ക് വാറണ്ടും കയറാൻ പറ്റില്ല, ബാബുശേട്ടന്റെ ബാക്കി കാര്യം നമുക്ക് കിട്ടാനുള്ള കിട്ടും. അതാണ് ഗ്യാങ് വണ്ടി നമ്മുടെ ഇതിന്റെ ഫ്രണ്ട് വരുന്നുണ്ടേ. ഗ്യാങ്സിന്റെ ഫ്രണ്ട് കൂടെ പോകുന്നുണ്ട്. അടിച്ചു അല്ല അടിക്കണ്ട അതെന്തൊരു കോള് ബാബുശേട്ടൻ. ഇപ്പത്തെ അല്ല ശ്രീ രാജരാജേശ്വരി അതിൽ എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ, ശ്രീ രാജരാജേശ്വരി. അണ്ണാ ശ്രീ രാജരാജേശ്വരി. ആ പറ അടിച്ചിട്ടെന്ന് ആര്? ആരടാ അടിച്ചേക്കൊന്നോ? ബ്രോ വായിലെന്തോ കൊരകന്റെ കൊട്ടയാണോ? ഹലോ ബ്രോ, ഹലോ. ബ്രോ മനസ്സിലാവില്ല പറയുന്നത്. കൊരകൻ കൊട്ട വായിന്നെടുത്ത് കളഞ്ഞിട്ട് പറ. ഹലോ ബ്രോ, ഹലോ കേൾക്കുന്നില്ലേ ബ്രോ? എന്താണ് ബ്രോ, കൊരകന്റെ കൊട്ടയാണോ വായിൽ? ഹലോ കേട്ടൂടോ? ഹലോ ബ്രോ എന്താണ് കൊരകൻ കാട്ടിയാ ബ്രോ? കൊരകന്റെ ചെറുപഴം എടുത്ത് വായിന്നെടുത്ത് കളഞ്ഞിട്ട് പറ. ഞാൻ വണ്ടി വരും. ആ അപ്പൊ രാജേശ്വരിമാര് പോയിട്ട് കേട്ടോ. രാജേശ്വരിമാര് കേട്ടോ പോയിട്ട് കേട്ടാ. ബാബുചേട്ടൻ എവിടെ? ബാബുചേട്ടൻ ചോദിച്ചു രാജേശ്വരി പോയിട്ട് ഞാൻ പറഞ്ഞു. ഓ ബാബുശേട്ടൻ വെള്ളം വണ്ടി എടുത്തോണ്ടിരുന്നു. വെള്ളം വണ്ടി വണ്ടിക്ക് ലോക്കാക്കിട്ട് പോണേ ഗ്യാങ് ഹോസ്പിറ്റലില്. രാജേശ്വരി മാമിക്ക് സുഖം തന്നെ. നിന്നെ ആരും പിറ്റ് എന്താടാ ഒന്ന് വണ്ടി ഇറങ്ങാ. നീ മറച്ചിട്ട് വേറെ എന്തെങ്കിലും എന്താ റോങ്? നീ ടയറിലാ പോയാ മതി. വണ്ടി അടിച്ചേട്ടാ. അവനെ കൊല്ലല്ലേ. അല്ലടാ ഒരുത്തരുണ്ടല്ലോ അവനെ ഹോസ്റ്റ് ചെയ്യട്. അടിക്കാൻ പറ്റുമോ? ഞാൻ എടുക്കാം. പോട്ടെ ബ്രോ. സിനിമോനെ എന്ന് വിളിക്കോ ബ്രോ? നിങ്ങളുടെ സിനിമോനെ എന്ന് വിളിക്കോ? താഴോട്ടെടുത്ത് അല്ല ബ്രോ, അല്ല SR ഉള്ളവന്മാർക്ക് സാമാനം പഴമൊന്നും ഇല്ലേ? ചെറുപഴമൊന്നും ഇല്ലേ കേറി വരാനായിട്ട്? അതിനുള്ള ഉറപ്പില്ലേ അവന്മാർക്ക്? എന്തോ ബ്രോ, എന്താണ്
അല്ല അല്ല എന്നിട്ട് അല്ലല്ല അല്ലല്ല അല്ല ഞങ്ങൾ ഇന്ന് വിട്ടേക്ക്, ഞങ്ങൾ നാളെ തിരിച്ചിതേ പോലെ ഒന്നും ഇല്ലല്ലോ നിന്നെ പോലുള്ള മറ്റേ കൊച്ചണ്ടികൾക്ക്. കൊല്ലല്ല അമ്പത്തിന് അവൻ പലതും പറഞ്ഞ ട്രിഗർ ചെയ്യാം. അവനെ കൊല്ലല്ല തുണിയൊക്കെ തുണിമണിയൊക്കെ ഊറാ അങ്ങോട്ട് ഉടുപ്പൂറാ. എന്താ മുട്ടുകുത്തി അങ്ങോട്ടിരി അങ്ങോട്ടിരിടാ. നീ മുട്ടുകുത്തിരി മുട്ടേലരി എടാ. നിനക്ക് പലറ്റല് മാമന്മാരുടെ മുട്ടയിരിക്കാൻ കുഴപ്പമില്ല. നിനക്ക് ഇവിടെ എന്താ മുട്ടയിരുന്ന ഇരിയടാ അങ്ങോട്ട്. നീ കണ്ട മാമന്മാരുടെ മുട്ടയിരിക്കല്ലോ. നീ മുട്ടയിരുന്ന പല പണി നീ ചെയ്ത് കൊടുക്കല്ലോ. മാമന്മാര് മുട്ടയിരുന്നത് നീ അങ്ങോട്ട് ഇരിയടാ അങ്ങോട്ട്. ഡ്രസ്സൂരടാ അന്നെ സംഭവിച്ച കൊരകന്റെ മോനെ ഡ്രസ്സൂരടാ. എന്നിട്ട് ആ വായി വെച്ചേക്കുന്ന കൊരകന്റെ കൊട്ടയും കൂടെ എടുത്ത് മാറ്റ്. ആ വായി വെച്ചേക്കുന്ന കൊരകന്റെ കൊട്ട അണ്ടിയൊക്കെ എടുത്ത് മാറ്റ്. അല്ല 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 നിന്റെ നീ മോഹം ഇറക്കിയ എന്താ? നിന്റെ മോഹം കൊരകനെ പോലെയാണ് ഇരിക്കുന്നത്. നീ ഒന്ന് മാറ്റി അതുകൊണ്ടൊന്ന് കാട്ടെ. റെസ്പെക്ട് പോയി കണ്ണാപ്പി. ലവ് ഫ്രം അസാറെ ആണോ ഒരു ഊമ്പ് വെച്ചോട്. നിന്റെ റെസ്പെക്ട് വേണമല്ലോ ഞാൻ ജീവിക്കാം. പോടാ കുണ്ണ ഇറങ്ങി. നിന്റെ ഒരു കുണ്ണയും വേണ്ടി എന്റെ സൂയി ബ്രോ, നിന്റെ ഒരു കുണ്ണയും വേണ്ടി എനിക്ക് ജീവിക്കാൻ. റെസ്പെക്ട്. ആ കുട്ട സറണ്ടർ കുട്ട ഇത് മറ്റേ നിന്റെ എസ്ആറിനോട് മറ്റേ ഇത്. ഓക്കെ ഞാൻ പറഞ്ഞേട്ടാ അവിടെ വെച്ചിട്ട് നിന്റെ വണ്ടിയിൽ അറിയാണ്ട് എങ്ങനെ ഇതായിട്ട് തട്ടി മനസ്സിലായ. എന്നിട്ട് നിന്റെ അടുത്ത് വെച്ച് എന്തിനാ തട്ടണേന്ന് വെച്ചപ്പോഴത്തേക്ക് നിനക്ക് എന്താ ബ്രോ പ്രശ്നം പറഞ്ഞിട്ട് നീ വെറുതെ നിന്ന എന്റെ മണ്ടക്കൂടെ വണ്ടി കയറ്റി. മനസ്സിലായില്ലേ? ബ്രോയുടെ മേത്ത് വണ്ടി കയറ്റിയോ? നമ്മുടെ 4 പേരുടെ മേത്ത് എന്റെ മേത്ത് അല്ല അതുകൊണ്ടാണോ നിങ്ങൾ ഹോസ്റ്റ് എടുത്തേ? അതുകൊണ്ടാണെങ്കിൽ അതല്ല ബ്രോ, അത് മാത്രമല്ല നമ്മളെ ഈ തട്ടിമുട്ടല് എന്തെന്നൊക്കെ ചോദിച്ചപ്പോ വണ്ടിക്കകത്ത് ഒരേ കൊല കേട്ട് അതും കൂടെ കൊണ്ടാണ് എടുത്തോണ്ട് നീയൊക്കെ ഇതേപോലെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടാണ്. ഒരു കാര്യമില്ല, നമ്മള് ഒന്നിനും പോകാതെ മാറി നിന്നപ്പോ ഒരു കാര്യമില്ല. കെവിന് വണ്ടി മറിച്ചിട്ട് അവന് ആരെങ്കിലും പഴം കൊണ്ടുവരായിരുന്നു. സംസാരിച്ചോ ബ്രോ. നീ കൈ വെക്കേ. ഇത് ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ അല്ല നിനക്ക് ഇവിടെ സുഖത്തിൽ വന്ന് നിൽക്കാൻ. കേട്ടോടാ കൊരങ്ങ, കൈ വെക്കണ അങ്ങോട്ട്. അവൻ മറ്റേ വട്ടപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ കൊരങ്ങന്മാരെ കണക്ക് ഇരിക്കുന്നത്. അവന്റെ സ്വന്തം വല്ല വള്ളി വേണ്ടി വരുവാണോ നിനക്ക് നടക്കാൻ? കുറച്ചങ്ങോട്ട് മാറി നോട്ടെ എന്നാ. ഇല്ല പഴം അവൻ കുറച്ചുമ്പോ നിന്ന് വെച്ചാൽ മറ്റേ ആതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ പോലെയാണ് ഭാവിച്ചത്. സ്വന്തം വീട് പോലെ പോലെയാണോ നിന്നത്? അണ്ണ പറയണ അണ്ണ കേക്കൂല. അവന്റെ അടിച്ചു നിന്നിട്ട് പറ അണ്ണാ. പറഞ്ഞു ഓക്കെ. ഇന്നത്തെ പാട്ട് പൊളിച്ചല്ലോടാ. ഞാനാണ് ഈ കൂട്ടത്തിലെ മെയിൻ. സംസാരിക്കുമ്പോ ഒറ്റ മിനിറ്റ്, ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഒറ്റ മിനിറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു നിർത്തി കൊടുത്താൽ മതി. കെവിനെ എവിടെ പോയി സംസാരിക്കണം? കെവിനെ പോയി സംസാരിക്കും.
മനസ്സിൽ വിചാരിക്കുന്ന ഒരു കാരണവും ഇല്ലാതെ ഇവിടെ ഇരിക്കേണ്ടി വരും നീയൊക്കെ മനസ്സിലാ കൊരകന്റെ തനിക്കോണായി കേട്ടാ ഒരാൾ സംസാരിക്കണ ഇല്ല ഒന്നും പറഞ്ഞ് കേൾക്കില്ല. ബ്രോ ഞാൻ മാസ് അടിച്ചല്ല ഞാൻ സിമ്പിളായിട്ട് കാര്യം പറയട്ടെ. ഇന്നലത്തെ സിറ്റുവേഷൻ ആണെങ്കിലും ബ്രോ നമ്മൾ ഇതേപോലെ ഒരു കാര്യത്തിനും നമ്മള് ഓൾറെഡി നിങ്ങൾക്ക് തന്നെ അറിയാറില്ല ഇന്നലത്തെ സിറ്റിയിൽ കുറെ കത്തലും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ബ്രോ ഒരു സെക്കൻഡ് എനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അതിന്റെ കോലിഡാസ് ബ്രോനോട് പറഞ്ഞല്ലേ ഇന്ന് വാറ വിളിക്കാൻ എന്തെന്ന് ചെയ്യാന്ന് പറഞ്ഞല്ലേ. ഞാൻ പറഞ്ഞിട്ട് നീ സംസാരിച്ചു. ഞാൻ ഇന്നലെ സംസാരിച്ചപ്പോ നിങ്ങളുടെ കൂട്ടത്തില് കൂടെ നിന്ന് ആരാണെന്ന് അറിഞ്ഞൂടാ. ഒരാൾ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് വേണേ പുതിയ സിറ്റുവേഷൻ വേണേ നിങ്ങൾ സിറ്റുവേഷൻ ആയിട്ട് എടുത്തോ, അല്ലാതെ വാറ വിളിച്ചോ പറഞ്ഞോണ്ടാണ് പറയുന്നത്. പറഞ്ഞോണ്ട് തന്നെയാണ് പറയുന്നത്. അതുപോലെ വേറെ കേസ് വെച്ചാൽ നിങ്ങൾ ഇന്നലെ വന്നെടുത്ത സിറ്റുവേഷന് നിങ്ങൾ നമ്മളടുത്ത് പറഞ്ഞൊരു ന്യായം ഉണ്ടായിരുന്നു. അവൻ വണ്ടി കൊണ്ട് മൾട്ടിപ്പിൾ ടൈം നിങ്ങളെ പിറ്റ് ചെയ്തുകൊണ്ട് അടങ്ങിയിരുന്നു. അവൻ അന്നേരം ഒരു വണ്ടിനെയും പിറ്റിയില്ല, ഒരു കാര്യവും ചെയ്ത മര്യാദയ്ക്കാണ് പോയത്. ഇതേ റീസൺ ഇന്നിപ്പോ സെയിം റീസൺ വണ്ടി തട്ടി എന്ന് പറഞ്ഞ ഒരൊറ്റ റീസന്റെ പേരിലാണ് അവനെ നിങ്ങൾ അടിച്ചെന്ന് എടുക്കണ്ടെന്ന് പറഞ്ഞ് മാറിയത്. ഇതേ നിങ്ങൾ പറഞ്ഞ അതേ റീസൺ രാത്രി വന്നപ്പോ നിങ്ങൾക്ക് ആളില്ല എന്ന് പറഞ്ഞ അതേ റീസൺ വെച്ച് നമ്മൾ എടുക്കാണ്ടിരുന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യമില്ലാതെ ഒരുത്തനെ വെടിവെച്ച് വന്നു. ഇപ്പൊ സെയിം കാരണം ഇതേപോലെ നമ്മള് സംസാരിച്ചോണ്ടിപ്പോ നിങ്ങൾ വണ്ടി വീഡിയോ ചെയ്തു, നമ്മൾ വെടിവെച്ചു, നിങ്ങൾ വെടിവെച്ചു. ഇല്ല ബ്രോ ഇപ്പൊ പൊക്കോ ഇത് ഇനി ബ്രോക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും ചോദിക്കാനോ വേണ്ട 5 വള്ളിയുണ്ട്, നീ അതിൽ തൂങ്ങിയൊക്കെ പൊക്കോ. നമുക്ക് കൊരങ്ങന്റെ ഭാഷ അറിഞ്ഞൂടാ. കൊരങ്ങന്റെ ഭാഷ അറിഞ്ഞൂടാ. ഇവനെ റോഡിൽ കൂടെ പോകാൻ പറ്റില്ല. ഇവന്റെ റോഡിൽ ഇടിക്കാടാ ഇടിക്കാടാ താഴെ വേറൊരു പാനുണ്ട്. പോട്ടെ ആ വള്ളിപ്പിടി ആ പോട്ടെ നിന്നെ കണ്ടറിയല്ലോ, കണ്ടവന്മാർ അണ്ടിയിലെല്ലാം പിടിക്കുന്നതാണ്. പോയിട്ട് സമയം കിട്ടുമ്പോ രാജേശ്വരിമാര് പോയിട്ട് രാജേശ്വരി തിരക്കുന്നതാണ്. സിലു രാജേശ്വരിയെ കേട്ടോ പോയിട്ടോ. അവ കരഞ്ഞേട്ടോ അവൻ സൗണ്ടൊക്കെ ഇടറിയാവും. മറ്റേ വരവ് കേട്ടാ.